ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ട്രാം യാത്രയ്ക്ക് വേണ്ടി പോവാണ്. ആദ്യം തന്നെ കൊൽക്കത്തയുടെ ലോക്കൽ ബസ്സിൽ ധർമ്മത്തല വരെ ബസ്സിൽ യാത്ര ചെയ്തു. ഇതാണ് നമ്മൾ വന്ന ബസ്. ഇവിടുത്തെ ബസ്സിൻ്റെ മിനിമം ചാർജ് 10 രൂപയാണ്. 10 രൂപ ടിക്കറ്റിൽ നമ്മൾ താമസ സ്ഥലത്ത് നിന്ന് ധർമ്മത്തല വരെ എത്തി. ഇനി ഇവിടുന്ന് നമ്മൾ ട്രാം സ്റ്റേഷനിലേക്ക് പോകണം. ഇതാണ് നമ്മൾ തന്ന ബസ്. അങ്ങനെ ഞങ്ങൾ ട്രാം സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. നമ്മൾ 2 പേരും കൂടെ, അതായത് ഞാനും എൻ്റെ വൈഫും. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്, എന്നാലും നടക്കുന്ന ആ ഒരു വഴിയോരം കൂടെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരു ഹെൽപ്ഫുള്ളായിരിക്കും അവർക്ക്. ധർമ്മത്തല ഇറങ്ങിയിട്ട് എങ്ങനെയാണ് ഗിരിയാഘട്ട് സ്റ്റേഷൻ വരെ പോകുകയെന്ന് നമുക്ക് നോക്കാം. ഇത് ധർമ്മത്തല സ്റ്റേഷനാണ്, ബസ് സ്റ്റേഷൻ. ഇവിടുന്ന് അടുത്തുള്ള സ്റ്റേറ്റുകളിലേക്കും അതേപോലെ ദൂരയാത്രയൊക്കെ പോകുന്ന ബസ് ഇവിടുന്നാണ് പോവുക. ഈ വഴിയോരത്തുകൂടെ ഇങ്ങനെ നടന്ന് വന്നാൽ മതി. ആൾക്കാരൊക്കെ ഈ ബസ്സിലാണ് ലോങ് ട്രിപ്പൊക്കെ പോവുക. നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. ഇത് ട്രാം ലൈനാണ് കേട്ടോ ഈ കാണുന്നത്. മുന്നേ ഇത് കൂടെ ഒരു റൂട്ട് ഉണ്ടായിരുന്നു ട്രാമിൻ്റെ. ഇപ്പോൾ ഏകദേശം റൂട്ടും ബന്ധായി. ഇപ്പോൾ ചുരുക്കം റൂട്ടുകൾ മാത്രമേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ഹോട്ടലാണ്. വഴിയോര ഹോട്ടലുകൾ. ഇത് നമ്മുടെ കൊൽക്കത്തയുടെ ഹൈലൈറ്റായ യെല്ലോ ടാക്സിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വഴിയോര കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ബാഗ്, അതുപോലെ തന്നെ തുണിക്കച്ചവടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വില കുറഞ്ഞ രീതിയിൽ നമുക്കൊക്കെ വാങ്ങാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ലോക്കൽ ബസ്സിൻ്റെ സ്റ്റൈല്. ഇത് പഴയൊരു ബിൽഡിങ്ങാണ്. ആ പഴയ ബിൽഡിങ് കൊൽക്കത്തയ്ക്ക് അതുപോലെ തന്നെ നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. അത് വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അവർ. ഇത് പാനിപ്പൂരി നമ്മൾ സുലഭമായി കണ്ടുവരുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ട്രാം സ്റ്റേഷനിലേക്ക് എത്തി. ഇതാണ് ഗിരിയാഘട്ട് സ്റ്റേഷനിലേക്കുള്ള വഴി. നമുക്ക് വേണ്ടി ട്രാം അവിടെ വെയിറ്റ് ചെയ്യാണ്. ഞാനും എൻ്റെ വൈഫും അങ്ങോട്ട് നടന്നിങ്ങാണ്. അവളുടെ ചിരി കണ്ടാൽ തന്നെ എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആദ്യമായിട്ടാണ് അവൾ ട്രാമിൽ കയറുന്നത്. ഞാൻ മുന്നേ 2 പ്രാവശ്യം കയറിയിട്ടുണ്ട്. നമ്മളെ ട്രാം ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ലൈനിൽ കണക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട്. ഇച്ചിരി പഴയതാണ് ആൾ, എന്നാലും കുഴപ്പമില്ല. 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. വൈഫ് ചാടി കയറിയിട്ടുണ്ട്. അവളുടെ എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കിപ്പോൾ തന്നെ മനസ്സിലായി. ഞങ്ങൾ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ തന്നെ കയറി. അകത്ത് എന്താണെന്ന് നോക്കാം. ഇങ്ങനെ 2 പടുകൂറ്റൻ ഫാനുകളുണ്ട് സീലിങ്ങിൽ. മുമ്പിൽ എൻജിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഒരു മീറ്റർ കണ്ടു, അത് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. ബാക്കി ഇതിൻ്റെ സെറ്റപ്പ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട് ഇതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ചാടി കയറി വിൻഡോ സീറ്റ് തന്നെ അവളെടുത്തു. എനിക്ക് സാധാരണ അവിടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ വിൻഡോ സീറ്റ് കിട്ടാറില്ല. അങ്ങനെ നമ്മളെ യാത്ര തുടങ്ങി. നമ്മളിനി ധർമ്മത്തിൽ മുതൽ ഗിരിയാഘട്ട് വരെ ട്രാമിലാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ട്രാമും കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാണ്. റോഡിൽ കൂടെ തന്നെ ട്രാം ലൈനും പോകുന്നത്. നമുക്ക് സാധാരണ വണ്ടികൾ പോകുന്ന കാണാം. ട്രാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് വണ്ടികൾ വഴിമാറി കൊടുക്കും ട്രാം ലൈനിൽ കൂടെ പോകുമ്പോൾ. സാധാരണ വണ്ടികളൊക്കെ ഹോണാണ് ഉപയോഗിക്കുകയെങ്കിൽ ട്രാം ഇപ്പോഴും പഴയ മണിയടിച്ചുകൊണ്ടാണ് യാത്ര. മുന്നിൽ വണ്ടികളുണ്ടെങ്കിലോ ആൾക്കാരുണ്ടെങ്കിലോ മാറ്റാൻ വേണ്ടി മണിയടിച്ചുകൊണ്ടാണ് ട്രാം ഇപ്പോഴും പോകുന്നത്. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. 7 രൂപയാണ് ധർമ്മത്തല മുതൽ ഗിരിയാഘട്ട് വരെയുള്ള ടിക്കറ്റ് ചാർജ്. 2 പേർക്ക് കൂടെ 14 രൂപയുടെ ടിക്കറ്റ്. ഇതൊക്കെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി യാത്ര കൂടിയാണ്. നിങ്ങൾ നേരെ മറിച്ച് ടാക്സി ഒക്കെ പോവുകയാണെങ്കിൽ 100-300 രൂപയുടെ ദൂരമുണ്ടത്. ബസ്സിനും അതുപോലെ 30 രൂപ ദൂരമുണ്ട്. ഈ യാത്രയിൽ കൊൽക്കത്തയിൽ ഫേമസ് ആയ ബിർള മന്ദിരം കൂടെ നമുക്ക് കാണാൻ പറ്റി. ഇത് മൊത്തം മാർബിൾ കൊണ്ടുണ്ടാക്കിയൊരു അമ്പലമാണ്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് അവസരം പോലെ ചെയ്യാം. അങ്ങനെ നമ്മൾ ഗിരിയാഘട്ട് സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഒരു ഷാർപ്പ് കർവ് എടുത്തുകൊണ്ടാണ് നമ്മളെ ട്രാം ഗിരിയാഘട്ട് സ്റ്റേഷനിലേക്ക് കയറുന്നത്. ഇതാണ് അവിടുത്തെ ഗിരിയാഘട്ട് സ്റ്റേഷൻ. അങ്ങനെ നമ്മളെ ഇറക്കി സ്റ്റേഷനിലകത്തേക്ക് പോകാൻ പോവാണ്. ഇവിടെ പല വണ്ടികളും നിർത്തിയിട്ടുണ്ട്. ഇത് ഒരു ഡിപ്പോ പോലെയാണ്. പഴയ വണ്ടികളുണ്ട്. ഇതും ആളും പഴയതാണ്, എങ്കിലും നമ്മളെ ഇവിടം വരെ എത്തിച്ചു. നമ്മളൊരു റെയറായിട്ടുള്ളൊരു വീഡിയോ കിട്ടേണ്ടത് ഒന്ന് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ട്രാം ലൈനിൽ നിന്ന് എങ്ങനെയാണ് മാറ്റി അടുത്ത ലൈനിലേക്ക് മാറ്റിയിടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ട്രാം ലൈൻ ജോയിൻ്റ് മാറ്റി അടുത്ത ലൈനിലേക്ക് എടുത്തിട്ടു. അങ്ങനെ ആൾ വീണ്ടും യാത്ര തുടരുകയാണ്. മുന്നോട്ട് അങ്ങനെ നീങ്ങിപ്പോയി. അങ്ങനെ ട്രാം ലൈനിൻ്റെ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് താമസ സ്ഥലത്തേക്ക് ബസ്സിൽ തന്നെയാണ് പോകുന്നത്. മുന്നിലത്തെ സീറ്റിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് ചാടിക്കയറി മുന്നിൽ തന്നെ സീറ്റ് പിടിച്ചു. കാരണം ഫ്രണ്ട് വ്യൂ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് അവളുടെ ഒരു അഭിപ്രായം. അങ്ങനെ ഞങ്ങൾ ബസ്സിൻ്റെ മുന്നിൽ തന്നെ കയറിയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.